ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് താമസിച്ചിരുന്ന വീട് പൊളിച്ച് പെരുവഴിയിലായ കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ കൊട്ടവളപ്പിലെ സാവിത്രിക്ക് വീടൊരുങ്ങുന്നു. രേഖകൾ തിരിച്ചു വാങ്ങുവാനെത്തിയ സാവിത്രിയെ വിഇഒ പൂട്ടിയിട്ടത് വാർത്തയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട അമ്മ ഭാരത് ഫൗണ്ടേഷനാണ് വീട് നിർമ്മിച്ചു നൽകുവാൻ സന്നദ്ധതയറിയിച്ച് രംഗത്തെത്തിയത്. വീട് നൽകുന്നതിന്റെ സമ്മതപത്രം ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം സാവിത്രിക്ക് കൈമാറി. Sri Shankaracharya Computer Center, Gulf Bazaar, near New Bus Stand, Kasargod. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അധികൃതരുടെ അറിയിപ്പ് വന്നതോടെയാണ് കോട്ടവളപ്പിലെ സാവിത്രി ആകെയുണ്ടായിരുന്ന കൂര പൊളിച്ച് സ്ഥലമൊരുക്കിയത്. എന്നാൽ വീട് മറ്റൊരു സാവിത്രിക്കാണെന്ന് പിന്നീട് അധികൃതർ തിരുത്തി. സമർപ്പിച്ച രേഖകൾ വാങ്ങുവാനെത്തിയ സാവിത്രിയെ വിഇഒ പൂട്ടിയിടുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങളിൽ ഇത് വാർത്തയായതോടെയാണ് സാവിത്രിയുടെ ദുരിതകഥ പുറം ലോകമറിഞ്ഞത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അമ്മ ഭാരത് ചാരിറ്റി ഫൗണ്ടേഷൻ സാവിത്രിക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. ഇതിനുള്ള സമ്മതപത്രം ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഗണേശ് അരമങ്ങാനം സാവിത്രിക്ക് കൈമാറി. വളരെ ദയനീയം തോന്നി. കാരണം ആ വീട് ഇല്ലാത്തതിനപ്പുറം 2 കുട്ടികൾ, എൻഡോസൾഫാൻ വിക്റ്റിമായ ഒരു കുട്ടിയും മാനസിക വൈകല്യമുള്ള മറ്റൊരു കുട്ടിയുമുള്ള സാവിത്രി കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഈ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് നമുക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ തൊട്ട് പരിസരത്തുള്ള സംഘടനകളൊക്കെ ചോദിച്ചിട്ട് 2 ദിവസം കൊണ്ട് മറുപടി പറയുമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രമീള വിളിച്ചു പറഞ്ഞു ഇല്ല, വേറെ ആരും ഒന്നിനും തയ്യാറായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അമ്മ ഭാരത് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഇവർക്കൊരു വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനമെടുക്കുകയും ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഗണേഷ് മാവിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം നമ്മൾ ആ സംഭവം ഇവരെ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ സമ്മത പത്രമാണ് നമ്മൾ കൈമാറിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഒരു 6 മാസക്കാലം കൊണ്ട് നമുക്ക് അവർക്കൊരു വീട്, അടച്ചുറപ്പുള്ളൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും. അതിന് ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന, ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ സഹായിക്കുമെന്ന് ഉറപ്പ് നമ്മുടെ സലീമിനെ പോലുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ അതിന് വേണ്ട വാഗ്ദാനങ്ങൾ നൽകി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും, അതുപോലെ തീയ മഹാസഭയും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അതോടൊപ്പം ഇത്രയും വലിയ നമുക്ക് സാക്ഷര കേരളത്തിന് അപമാനകരമായ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. ഒരു ഓഫീസ് മുറിയിൽ അതിൻ്റെ അപേക്ഷ അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചപ്പോൾ അടച്ചിട്ട സംഭവമൊക്കെ. അപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കാൻ പോവുകയാണ്. തീയ മഹാസഭ നേതൃത്വം കൊടുത്തുകൊണ്ട് സാവിത്രിക്ക് കുടുംബത്തിന് നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിന് തീയ മഹാസഭ മുന്നിട്ടിറങ്ങും. അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അടച്ചുറപ്പുള്ള വീട് ലഭിക്കുമല്ലോ എന്ന സന്തോഷത്തിലാണ് സാവിത്രി. ഒരു വീട് ഞങ്ങൾക്ക് പെട്ടെന്നാക്കി തന്നെങ്കിൽ മതി. സന്തോഷം. 1 വർഷമായിട്ട് ഞാൻ കൊടുക്കാത്ത പരാതികളില്ല. എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിന് ഒരു മറുപടി എനിക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ അവസാനഘട്ടം ലൈഫ് മിഷൻ മാഡം പറഞ്ഞു നിങ്ങൾ പരാതി കൊടുത്തതല്ലേ, നിങ്ങൾ കൊടുത്ത രേഖകളെല്ലാം തിരിച്ചു വാങ്ങണം. അങ്ങനെ ഞാൻ രേഖകൾ തിരിച്ചു വാങ്ങാൻ പോയിട്ടാകുമ്പോൾ എൻ്റെ അമ്മേനെ അതിനകത്ത് അയാൾ പൂട്ടിയിട്ടു. എന്നിട്ട് അയാൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു, കള്ളക്കേസ് കൊടുത്തു. ശരിക്കും ലൈഫ് മിഷൻ്റെ പൈസ വന്ന ശേഷമാണ് വീട് പൊളിക്കേണ്ടത്. അയാൾ അതിനേക്കാൾ മുമ്പ് നമ്മൾ വീട് പൊളിക്കാൻ പറഞ്ഞു, പെർമിഷൻ എടുത്തു. ഇതെല്ലാം 1 വർഷത്തോളമായി. അതിനിടയിൽ ഞങ്ങൾ ഷെഡിലായിരുന്നു താമസം. ഗണേശേട്ടൻ വന്നു, ഇത് ഞങ്ങൾക്ക് വീട് കെട്ടിത്തരാമെന്ന് ഒരു പ്രതീക്ഷ പറഞ്ഞു. ഗണേശേട്ടൻ പറഞ്ഞ ശേഷം 2 ദിവസം കഴിഞ്ഞ ശേഷം തന്നെ നമുക്ക് തീയ മഹാസഭ ഇടപെട്ടിട്ട് അമ്മ ട്രസ്റ്റിൻ്റെ വകയായിട്ട് ഞങ്ങൾക്ക് വീട് കെട്ടിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ഈ 1 വർഷമായി ഞാനൊരു വീടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. അപ്പോൾ അത് ഞങ്ങളൊരു സ്വപ്നമാണ്. എൻ്റെ അച്ഛനും അമ്മയും മഴ കൊള്ളാതെ കിടന്നുറങ്ങാനുള്ള ഒരു വീട്. പിന്നെ അതിൽ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് വളരെ നന്ദിയുണ്ട്. എൻ്റെ 2 അനിയന്മാർക്കും സുഖമില്ല. ഒരാൾ എൻഡോസൾഫാനാണ്, അരക്ക് താഴെ ഇങ്ങനെ ബലഹീന, നടക്കാനൊന്നും പറ്റില്ല, കുഞ്ഞിനെ പോലെ നോക്കണം. പിന്നെ ഒരു അനിയന് മാനസിക സുഖമില്ലാത്ത കുഞ്ഞാണ്. ഡെയിലി ആഴ്ചയിൽ 1000 രൂപയുടെ മെഡിസിൻ വേണം. മെഡിസിൻ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കും, അല്ലെങ്കിൽ അബ്നോർമലാണ്. അച്ഛനാണെങ്കിൽ ഷുഗർ പ്രഷറായിട്ട് പണിക്ക് പോകാനൊന്നും പറ്റില്ല. അമ്മ ഹാർട്ട് പേഷ്യൻ്റാണ്. നമുക്ക് വീട്ടിലേക്ക് ഒരു വഴിയോ ഒരു സൗകര്യങ്ങളൊന്നുമില്ല. മഴ വന്നാൽ പോലും നടന്നു പോകാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. 1 വർഷക്കാലമായിട്ട്, 1 വർഷമല്ല കുറേ വർഷക്കാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വീടില്ലാത്തത് കൊണ്ട് മാത്രം ഇത് മീഡിയകൾ അറിഞ്ഞു. ഇതുവരെ നമ്മളവസ്ഥ പുറം ലോകം അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ ജീവിച്ചത് ഇത്രയും കാലം. 6 മാസം കൊണ്ട് വീട് പണി പൂർത്തിയാക്കി കൈമാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.